നമസ്കാരം, ഇത് IBN മലയാളം. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയെ പിരിച്ചുവിടണമെന്ന് ഹിന്ദു സംഘടനകൾ. ഗുരുവായൂർ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ വേണ്ടെന്ന് വെച്ച ഗുരുവായൂർ ഭരണസമിതിയെ പിരിച്ചുവിടണമെന്നാണ് ഹിന്ദു സംഘടനാ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഭഗവത്ഗീതാ ദിനവും കൂടിയായ ഗുരുവായൂർ ഏകാദശി ദിവസം വിശേഷാൽ പൂജയായി ഉദയാസ്തമന പൂജ ചിട്ടപ്പെടുത്തിയത് ശങ്കരാചാര്യരാണ്. ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ വഴിപാടല്ല, വാർഷിക പൂജാവിധികളിൽ ഒന്നാണ്. പൂജാവിധികളെ തകിടം മറിക്കുന്നതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ നടത്തുന്നതിന് വേണ്ടി തന്ത്രി കുടുംബം തന്നെ കോടതിയെ സമീപിക്കേണ്ടി വന്ന സാഹചര്യം ഖേദകരമാണ്. തന്ത്രി കുടുംബം, ഊരാൺമ കുടുംബം, പാരമ്പര്യക്കാർ, ഓദിക്കന്മാർ, മേൽശാന്തി, കീഴ്ശാന്തിമാർ, ക്ഷേത്രം ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവരെ അറിയിക്കാതെ രഹസ്യമായി ദേവഹിതം നോക്കിയതിൽ തന്നെ ദേവസ്വം ഭരണസമിതിയുടെ ഗൂഢലക്ഷ്യങ്ങൾ വ്യക്തമാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ആയിരങ്ങൾ വാങ്ങി ഭക്തരെ ചൂഷണം ചെയ്യുന്നത് നിർത്തലാക്കി സൗജന്യ വെർച്വൽ ബുക്കിംഗ് നടപ്പിലാക്കണം. നിത്യേന മണിക്കൂറുകൾ വരിയിൽ നിന്ന് വലയുന്ന ഭക്തർക്ക് ഇരിപ്പിട സൗകര്യവും ദാഹജലവും കൊടുക്കണം. ആവശ്യത്തിന് ശൗചാലയങ്ങളും ചെരുപ്പ്, ഇലക്ട്രോണിക്സ് വസ്തുക്കൾ എന്നിവ സൂക്ഷിക്കുന്നതിനുള്ള സൗജന്യ സേവനവും നൽകണം. അമിതമായി വഴിപാട് തുക വർദ്ധിപ്പിക്കുന്നത് നിർത്തലാക്കണമെന്നും ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് 30-ന് പടിഞ്ഞാറേ നടയിൽ ഭക്തജന കൂട്ടായ്മ സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി P. സുധാകരൻ, ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. വത്സലൻ, ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് കാകാശ്ശേരി, അനൂപ് ശാന്തി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.